യെസ്. ചൂട് മാറിയോ? മാറിയില്ലേ? നിങ്ങളെ പഞ്ചാബി കൊണ്ടുപോയി നിർത്താം, ചൂട് മാറട്ടെ. അച്ഛൻ അവിടെ പോയി തിരിച്ചു വന്നപ്പോൾ ചൂടുണ്ടായിരുന്നില്ല. കാരണം അവിടെ 50 ഡിഗ്രി ചൂട് കിട്ടി. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ചൂട് തോന്നുന്നേയില്ല. ഞാനൊക്കെ ഓഫ് ചെയ്യാൻ പറഞ്ഞു. ഹല്ലേലൂയ. അപ്പൊ നിങ്ങൾക്ക് ചൂട് മാറണോ? കൊണ്ടുവന്ന് നിർത്താം. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മൾ എന്താണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്? നമുക്ക് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? രൂപാന്തരീകരണമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണ്? ദൈവിക ജീവനിൽ ലയിച്ചു ചേരുക. ചില ആളുകളുടെ ലക്ഷ്യം തിന്നുക, കുടിക്കുക, മരിക്കുക എന്നതാണ്. ഹല്ലേലൂയ. നമ്മുടെ ലക്ഷ്യം എന്താണ്? ദൈവിക ജീവനിൽ. നമ്മൾ അധ്വാനിക്കുന്നത് മുഴുവനും എന്തിനു വേണ്ടിയാണ്? ഈശോ അതുകൊണ്ടാണ് പറഞ്ഞത്, നശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കാതെ അനശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കുവിൻ. വലതുകരം ഉയർത്തി വീശിക്കൊണ്ട് പറയാം, നിങ്ങൾ നശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കാതെ അനശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കുവിൻ. അനശ്വരമായ അപ്പം എന്ന് പറയുന്നത്, പ്രിയപ്പെട്ടവരെ, ഈ നിത്യജീവനാണ്. നിത്യജീവന് വേണ്ടി അധ്വാനിക്കുവിൻ എന്ന് ഈശോയുടെ ഒരു കൽപ്പനയാണ്. നശ്വരമായ അപ്പത്തിന് വേണ്ടി അധ്വാനിക്കാതെ അനശ്വരമായ അപ്പത്തിന് വേണ്ടി നമ്മൾ അധ്വാനിച്ചു കൊണ്ടിരിക്കുമ്പോൾ നശ്വരമായ അപ്പം നമുക്ക് താനെ ലഭിക്കും എന്നാണ് ഈശോ നമ്മോട് പറഞ്ഞിട്ടുള്ളത്. കൈയടിച്ച് നന്ദി പറയാം. അതാണ് ഈശോ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 33-ാമത്തെ തിരുവചനത്തിൽ പറയ, രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുവിൻ, അതോടൊപ്പം മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. വലതുകരം ഉയർത്തി വീശിക്കൊണ്ട് പറയാം, നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക, അതോടൊപ്പം മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആദ്യം കർത്താവിനെ അന്വേഷിക്കുക, ബാക്കിയുള്ളത് പിന്നീട് ലഭിച്ചുകൊള്ളും. പക്ഷേ നമ്മളുടെ സാധാരണ രീതി, നമ്മൾ ആദ്യം ലോകത്തെ അന്വേഷിക്കുന്നു, അത് കിട്ടാതെയാവുമ്പോൾ അയ്യോ നിനക്ക് കിട്ടിയില്ല, 5 പ്രാവശ്യം തോറ്റു, അന്ന് നീ ഒരു കാര്യം ചെയ്, ഒന്ന് പള്ളി പോ. ലോകത്തിന്റെ കാര്യങ്ങൾ മുഴുവൻ അന്വേഷിച്ച് കഴിഞ്ഞിട്ട് കിട്ടാതെയാവുമ്പോഴാണ് പള്ളി എവിടെയാണ്, ഇന്ന് പ്രാർത്ഥനയില്ലേ, ഇന്ന് പ്രാർത്ഥനയുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നത് നമ്മൾ അന്വേഷിച്ചിട്ട് കിട്ടാതെയാവുമ്പോഴാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ ഒരു വിചിന്തനത്തിന്റെ ഒരു തുടർച്ച നമ്മൾ പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. കാരണം നമ്മൾ ഈ മാസം മുഴുവൻ പ്രാർത്ഥിക്കുന്ന ഒരു സുഹൃത ജപമാണ്, ഈശോയുടെ ഏറ്റവും മാധുര്യമുള്ള തിരുഹൃദയമേ, എൻ്റെ ഹൃദയത്തെ അങ്ങേ ഹൃദയം പോലെ ആക്കണമേ. ഹല്ലേലൂയ. അല്ലേ, കുടുംബങ്ങളിൽ ജൂൺ മാസത്തിൽ ഒരു വണക്കമാസം ഉണ്ട്. വണക്കമാസ പുസ്തകമുള്ളവരൊന്ന് കൈ ഉയർത്തി. തിരുഹൃദയത്തിന്റെ വണക്കമാസ പുസ്തകം ഇത്രയും പേരുടെ വീട്ടിലുണ്ട്. ഓക്കെ, വളരെ സന്തോഷം. അത് ചൊല്ലുന്നവരൊന്ന് നിങ്ങളത് പ്രതീക്ഷിച്ചില്ല അല്ലേ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അച്ഛൻ ഓർക്കാണ്, അപ്പച്ചൻ ഇവിടെ വന്ന സമയത്ത് സ്റ്റോളിൽ പോയി അച്ഛൻ അപ്പച്ചനോട് പറഞ്ഞു, അപ്പച്ചൻ സ്റ്റോളിൽ പോയി ആവശ്യമുള്ളത് ഏത് വേണമെങ്കിലും എടുത്തോ, കാശ് കൊടുക്കണ്ടെന്ന് പറഞ്ഞു. നമ്മുടെ അപ്പച്ചനല്ലേ. അപ്പൊ അങ്ങനെ അപ്പച്ചൻ സ്റ്റോളിൽ പോയി 3 പുസ്തകങ്ങൾ എടുത്തുകൊണ്ട് വന്നു. ഔസേപ്പിതാവിന്റെ വണക്കമാസം, മാതാവിന്റെ വണക്കമാസം, തിരുഹൃദയത്തിന്റെ വണക്കമാസം. അച്ഛൻ ചോദിച്ചു, വേറൊന്നും വേണ്ട, ഇത് മതി. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അതുണ്ടെങ്കിൽ വേറൊന്നും വേണ്ട. അതാണ്, നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും
അന്വേഷിക്കുക. നിങ്ങളോടാണ് അച്ഛൻ ഇന്ന് പറയുന്നത്, നിങ്ങൾ സ്റ്റോളിൽ പോയി എന്ത് വേണേലും എടുത്തോ, കാശൊന്നും കൊടുക്കണ്ട എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്തായിരിക്കും എടുക്കുന്നത്? വണക്കമാസ പുസ്തകം ഒഴിച്ച് ബാക്കി എല്ലാം എടുക്കും. ഹല്ലേലൂയ. ഉച്ചത്തിൽ വിളിക്കാം ഈശോയേ. അതുകൊണ്ട് അങ്ങനെ നിങ്ങളോട് ഒരു കാര്യം അച്ഛൻ തിരിച്ചു വരും. നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞത് ഈശോയുടെ തിരുഹൃദയം എങ്ങനെയാണ് തിരുസഭയുടെ ആരംഭമായി തീർന്നത് എന്നതാണ്. എങ്ങനെയാണ് ഈശോയുടെ തിരുഹൃദയം തിരുസഭയുടെ ആരംഭം കുറിച്ചത് എന്ന് ഓർമ്മയുണ്ടോ? എങ്ങനെയാണ്? കൂദാശ. കൃത്യമായിട്ട് പറഞ്ഞാൽ, പ്രിയപ്പെട്ടവരെ, ഒരാൾ തിരുസഭയിൽ അംഗമായി ജനിക്കുന്നത് എങ്ങനെയാണ്? മാമോദീസായിലൂടെയാണ്. മാമോദീസ എന്ന് പറയുന്നത് ഒരു സ്നാനമാണ്. ഈ സ്നാനത്തിനുള്ള ജലം എവിടെയാണുള്ളത്? ഈശോയുടെ തിരുഹൃദയത്തിലാണ്. അതുകൊണ്ടാണ് മാമോദീസയുടെ അടിസ്ഥാനം ഈശോയുടെ തിരുഹൃദയമാണ്. അതുപോലെ തന്നെ അപ്പോൾ നമുക്ക് ജന്മം തരുന്ന കൂദാശയാണ്. ജന്മം തരുന്ന കൂദാശയുടെ ഉറവിടം തിരുഹൃദയമാണ്. അതുപോലെ തന്നെ നമ്മൾ ഒരുമിച്ച് നിർത്തുന്ന കൂദാശയാണ് കുർബാന. ഈ കുർബാനയാകുന്ന തിരുരക്തം, കുർബാനയുടെ തിരുരക്തം എവിടെയാണുള്ളത്? ഈശോയുടെ തിരുഹൃദയത്തിലാണ്. ഹല്ലേലൂയ. ആ ഒരു പശ്ചാത്തലത്തിലാണ് നമ്മൾ പറഞ്ഞത്, ഉറങ്ങിക്കിടന്ന ആദത്തിന്റെ മാറ് പിളർന്ന് വാരിയെല്ലെടുത്ത് ഹവ്വായിക്ക് ആദത്തിന് ചേർന്ന ഇണയെ ദൈവം രൂപപ്പെടുത്തിയതുപോലെ കുരിശിൽ ഉറങ്ങിക്കിടന്ന ഈശോയുടെ മാറ് പിളർന്ന് അവിടെ നിന്ന് ഈ പിതാവായ ദൈവം ഈശോയുടെ തിരുഹൃദയത്തിന് ചേർന്ന ഒരു ഇണയെ, തിരുഹൃദയത്തിന്റെ മണവാട്ടിയായ സഭയെ രൂപപ്പെടുത്തി എന്ന് പറഞ്ഞത്. ഹല്ലേലൂയ. അതിനുശേഷം നമ്മൾ ധ്യാനിച്ചു എങ്ങനെയാണ് 7 കൂദാശകൾ ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്നാണ് രൂപപ്പെടുന്നത് എന്ന് നമ്മൾ ധ്യാനിച്ചു. മാമോദീസ എങ്ങനെയാണ് ഈശോയുടെ മാമോദീസ എന്ന് പറയുന്ന കൂദാശ എങ്ങനെയാണ് തിരുഹൃദയത്തിൽ നിന്ന് രൂപപ്പെട്ടത്? പാപം കഴുകിക്കളയുന്ന ജലം, അത് തിരുഹൃദയത്തിലെ ജലമാണ്. പരിശുദ്ധാത്മാവ് വർഷിക്കപ്പെടുന്ന ഇടം, അത് ഈശോയുടെ തിരുഹൃദയമാണ്. ആത്മീയ ജീവിതത്തിന്റെ വാതിലാണ് മാമോദീസ. നമ്മുടെ ഹൃദയത്തെ ഈശോയുടെ ഹൃദയമിടിപ്പിന്റെ താളമനുസരിച്ച് മിടിപ്പിക്കാൻ പഠിപ്പിക്കുന്ന ഒരു കൂദാശയാണ് മാമോദീസ. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. ഹല്ലേലൂയ. അതിനുശേഷം നമ്മൾ പറഞ്ഞു, മരവിച്ച് കിടക്കുന്ന ആത്മാവ്. മാമോദീസയൊക്കെ സ്വീകരിച്ചിട്ടുണ്ടോ? ഉണ്ട്. പള്ളി പോകുന്നുണ്ടോ? ഉണ്ട്. ഒരു തീഷ്ണതയുണ്ടോ? ഇല്ല. വീട്ടിൽ പ്രാർത്ഥന ചൊല്ലുന്നുണ്ടോ? ഉണ്ട്. തീഷ്ണതയുണ്ടോ? ദൈവരാജ്യത്തെ പ്രതി തീഷ്ണതയുണ്ടോ? ഇല്ല. ദൈവസ്നേഹത്തിന്റെ അഗ്നിജ്വാലയുണ്ടോ? ഇല്ല. അപ്പോൾ ആ നഷ്ടപ്പെട്ടു പോയ അഗ്നിജ്വാല നമുക്ക് വീണ്ടും തരുന്നതിന് വേണ്ടി ഈശോയുടെ ഹൃദയത്തിൽ നിന്ന് ആ അഗ്നി എടുത്ത് നമ്മുടെ ഉള്ളിലേക്ക് കോരിയിട്ട് തരികയാണ്. സ്ഥൈര്യലേപനം എന്ന് പറയുന്ന കൂദാശയിലൂടെ നമുക്ക് കൈയടിച്ച് നന്ദി പറയാം. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ ചോദിക്കും, ഇങ്ങനെ സ്ഥൈര്യലേപനം സ്വീകരിച്ചിട്ടും മന്നിച്ച് കിടക്കുന്നവരെന്ത് ചെയ്യും? പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടാണ് നമ്മൾ ആദ്യം പെന്തക്കോസ്ത തിരുനാളിൽ പറഞ്ഞത്, പെന്തക്കോസ്ത തിരുനാൾ എന്ന് പറയുന്നത് അവസാനിക്കാത്ത തിരുനാളാണ്. സ്ഥൈര്യലേപനത്തിന്റെ അഭിഷേകം തുടർച്ചയായി സ്വീകരിച്ചു കൊണ്ടേയിരിക്കണം. തുടർച്ചയായി നമ്മുടെ ജീവിതത്തിൽ പെന്തക്കോസ്ത അനുഭവം ഉണ്ടാകണം. പ്രിയപ്പെട്ടവരെ, ഓരോ ദിവ്യബലിയിലും ഒരു പെന്തക്കോസ്ത നടക്കുന്നുണ്ട്. എപ്പോഴാണത്? പരിശുദ്ധാത്മാവിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന സമയം. പരിശുദ്ധ പിതാവായ ദൈവമേ, അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ അയക്കണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ പരിശുദ്ധാത്മാവ് ഈ
അപ്പത്തെയും വീഞ്ഞിനെയും ഈശോയുടെ ശരീരവും രക്തവുമാക്കി മാറ്റണമേ എന്ന് പറഞ്ഞ് വൈദികൻ കരങ്ങൾ ഇങ്ങനെ വിരിച്ചു പിടിച്ച് ചൊല്ലുന്ന പ്രാർത്ഥന ഒരു പെന്തക്കോസ്തയുടെ പ്രാർത്ഥനയാണ്. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മൾ അതോടൊപ്പം ധ്യാനിക്കണം, ഈ അപ്പത്തെയും വീഞ്ഞിനെയും ഈശോയുടെ ശരീരവും ഈശോയുടെ ആത്മാവുമാക്കി മാറ്റാൻ ഈ പെന്തക്കോസ്തയ്ക്ക് കഴിയുന്നുണ്ടെങ്കിൽ അതേ പരിശുദ്ധാത്മാവ് അൾത്താരയിലേക്ക് മാത്രമായിട്ട് ലിമിറ്റഡ് ആയിട്ടാണോ വരുന്നത്? അല്ല, ആ കൂടാരം മുഴുവൻ നിറയുകയാ, ഒരു ദേവാലയം മുഴുവൻ നിറയുകയാണ്. അപ്പോൾ അച്ഛൻ ഇങ്ങനെ കൈവിരിച്ച് പിടിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ആ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഓരോരുത്തരും അവരവരുടെ ആത്മാവിലേക്ക്, ശരീരത്തിലേക്ക് ഏറ്റെടുത്തിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത് ഉചിതമാണ്. ഓ പരിശുദ്ധാത്മാവേ, എന്നിൽ വന്ന് എൻ്റെ ശരീരത്തെ ഈശോയുടെ ശരീരമായും എൻ്റെ ആത്മാവിനെ ഈശോയുടെ ആത്മാവായും രൂപാന്തരപ്പെടുത്തണമേ. നമ്മൾ മൂന്നാമതായി കുർബാന എന്ന കൂദാശ എപ്രകാരമാണ് തിരുഹൃദയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നതെന്ന് ധ്യാനിച്ചു. ഹല്ലേലൂയ. അതുപോലെ തന്നെ കുംഭസാരം എപ്രകാരമാണ് തിരുഹൃദയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നതെന്ന് ധ്യാനിച്ചതാണ്. കഴിഞ്ഞ ആഴ്ച ഇല്ലാതിരുന്നവരൊന്ന് കരമുയർത്താവോ? ഇല്ലാതിരുന്നവര് കുഴപ്പമില്ല, കുറേ പേരുണ്ട് ഇല്ലാതിരുന്നവര്. യൂട്യൂബിൽ ടോക്ക് കിടക്കുന്നുണ്ട്, കേട്ടാൽ മതി. മുഴുവനും പിന്നെടുത്ത് പറഞ്ഞു കഴിഞ്ഞിട്ട് കാര്യമില്ലല്ലോ, അതുകൊണ്ട് ഹല്ലേലൂയ. അപ്പൊ കേൾക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് വളരെ പ്രധാനപ്പെട്ടതാണ്. തിരുഹൃദയം കൂദാശകളുടെ ഉറവിടം എന്ന് ഒരു പ്രഭാഷണമായിട്ട് അത് കട്ട് ചെയ്ത് ഇട്ടിട്ടുണ്ട്. തിരുഹൃദയം കൂദാശകളുടെ ഉറവിടമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ പറഞ്ഞു തിരുഹൃദയത്തിൽ കുറ്റവിചാരണയും ശിക്ഷാവിധിയുമല്ല നടക്കുന്നത്. കുംഭസാരക്കൂട്ടിൽ കുറ്റവിചാരണയും ശിക്ഷാവിധിയും നടക്കുന്നില്ല. കുംഭസാരക്കൂട്ടിൽ എന്താണ് നടക്കുന്നത്? ഈശോയുടെ കരുണ, ദൈവവുമായിട്ടുള്ള ബന്ധത്തിലേക്ക് നീ പുനഃസ്ഥാപിക്കപ്പെടുകയാണ്. കൈയടിച്ച് നന്ദി പറയാം. ഇല്ലേ, കുംഭസാരക്കൂട്ടിൽ നമ്മൾ കോടതികളിൽ കണ്ടിട്ടുണ്ട്. കുംഭസാരക്കൂടല്ല, കോടതിയിലെ ഒരു കൂടില്ലേ, എന്ത് കൂടെന്നാണ് അതിന് പറയുന്നത്? വിചാരണക്കൂട്. ആ വിചാരണക്കൂട്ടിലേക്ക് കയറി നിൽക്കുന്നത് പോലെയല്ല നമ്മൾ കുംഭസാരക്കൂട്ടിലേക്ക് കയറി നിൽക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇനി രോഗിലേപനം എന്ന് പറയുന്ന കൂദാശയും അതുപോലെ തിരുപ്പട്ടം എന്ന് പറയുന്ന കൂദാശയും അവസാനം വിവാഹം എന്ന് പറയുന്ന കൂദാശയും എങ്ങനെയാണ് തിരുഹൃദയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്? അല്ലെങ്കിൽ ഈ കൂദാശകളുടെ എല്ലാം അടിസ്ഥാനം എങ്ങനെയാണ് കുത്തിപ്പിളർക്കപ്പെട്ട തിരുഹൃദയമായി തീരുന്നത് എന്നതിനെ കുറിച്ച് വളരെ ലളിതവും വിശദവുമായിട്ടുള്ള ഒരു പ്രഭാഷണം കഴിഞ്ഞ ആഴ്ച നമുക്ക് നടത്താനായിട്ട് സാധിച്ച ഒരു വിചിന്തനം കർത്താവ് നമുക്ക് തന്നു. നമുക്ക് കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് ഈശോയുടെ തിരുഹൃദയത്തിന്റെ ചില ഗുണങ്ങളെ കുറിച്ചാണ്. കാരണം നമ്മൾ പ്രാർത്ഥിക്കുന്നത് എന്താണ്? ഈശോയുടെ തിരുഹൃദയമേ, എൻ്റെ ഹൃദയത്തെ അങ്ങേ ഹൃദയം പോലെ ആക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന നമ്മൾ എന്ത് വിചിന്തനം ചെയ്യണം? ഈശോയുടെ ഹൃദയം എങ്ങനെയുള്ള ഹൃദയമാണെന്ന് വിചിന്തനം ചെയ്യണം. അപ്പോൾ ആ വിചിന്തനം ഒരു കണ്ണാടിയാണ്. എന്തിനുള്ള കണ്ണാടി? നമ്മൾ എങ്ങനെയുള്ളവരാണ് എന്ന് നോക്കുന്നതിനുള്ള കണ്ണാടി കൂടെയാണ് ഈശോയുടെ തിരുഹൃദയത്തെ കുറിച്ചുള്ള വിചിന്തനം. ഈശോയുടെ തിരുഹൃദയത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണമാണ് വിനയവും സൗമ്യതയും എന്നുള്ളത്. അഗാധമായ വിനയവും സൗമ്യതയുമുള്ള ഹൃദയമാണ് ഈശോയുടെ തിരുഹൃദയം. അപ്പോൾ എഴുതി വയ്ക്കുന്നവർക്ക് ഒന്നാമത്തെ പോയിന്റ് എഴുതി വയ്ക്കാം. ഈശോയുടെ തിരുഹൃദയം അഗാധമായ വിനയവും സൗമ്യതയുമുള്ളതാണ്. അഗാധമായ വിനയവും സൗമ്യതയും ഉള്ളതാണ്. ഹല്ലേലൂയ. അതിന് നമ്മെ സഹായിക്കുന്ന വചനഭാഗമാണ് മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം. ഈശോയ്ക്ക് വിനയമുണ്ടെന്ന്, സൗമ്യതയുണ്ടെന്ന് നമ്മളോട് ആരാ പറഞ്ഞത്?
ഈശോ തന്നെ പറയുകയാണ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം 29-ാമത്തെ തിരുവചനം എടുക്കാം. ബൈബിൾ എടുത്തോ, വായിക്കുറക്ക. ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം, ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാകയാൽ എന്റെ നുകം വഹിക്കുകയും എന്നിൽ നിന്ന് പഠിക്കുകയും ചെയ്യുവിൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഈശോ നമ്മളോട് പഠിക്കാൻ പറഞ്ഞിട്ടുള്ളൊരു വിഷയമാണിത്. ഈശോ കണക്ക് പഠിക്കാൻ പറഞ്ഞിട്ടില്ല, ഇംഗ്ലീഷും ഹിന്ദിയും പഠിക്കാൻ പറഞ്ഞിട്ടില്ല. ഈശോ പഠിക്കുന്നത് എന്താണ്? എന്നിൽ നിന്ന് ശാന്തത പഠിക്കുവിൻ, എളിമ പഠിക്കുവിൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. വലതുകരം ഉയർത്തി വീശിക്കൊണ്ട് പറയാം, ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാണ്. ഇരുകരങ്ങളും ഉയർത്തി വീശിക്കൊണ്ട് ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാണ്. ഈശോ ആരോടാണ് ഞാൻ ഇന്ന് തല്ലുപിടിക്കേണ്ടതെന്ന് അന്വേഷിച്ച് നടക്കുന്നില്ല. ഈശോ ശാന്തശീലനാണ്. ലൂക്കായുടെ സുവിശേഷം 22-ാം അധ്യായം 27-ാമത്തെ തിരുവചനം. അടുത്ത വചനം വായിക്കാം. ലൂക്ക 22:27 വർഷത്തിൽ വായിക്കാം. ആരാണ് വലിയവൻ? ഭക്ഷണത്തിനിരിക്കുന്നവനോ പരിചരിക്കുന്നവനോ? ഭക്ഷണത്തിനിരിക്കുന്നവനല്ലേ? ഞാനാകട്ടെ നിങ്ങളുടെ ഇടയിൽ പരിചരിക്കുന്നവനെ പോലെയാണ്. വലതുകരം ഉയർത്തി വീശിക്കൊണ്ട് പറയാം, ഞാൻ നിങ്ങളുടെ ഇടയിൽ പരിചരിക്കുന്നവനെ പോലെയാണ്. ഇരുകരങ്ങളും ഉയർത്തി വീശിക്കൊണ്ട് ഞാൻ നിങ്ങളുടെ ഇടയിൽ പരിചരിക്കുന്നവനെ പോലെയാണ്. പ്രിയപ്പെട്ടവരെ, പരിചരിക്കുന്നവർ ചെയ്യുന്ന കാര്യം എന്താണ്? നിങ്ങൾ പണ്ട്, ഇപ്പോഴല്ല, മുമ്പ് കല്യാണത്തിന് നമ്മൾ വാഴയിലേക്ക് ഇട്ട് ഒരു മേശപ്പുറത്ത് വാഴയിലൊക്കെ വെച്ച് കസേരയിൽ ഇങ്ങനെ കാത്തിരിക്കും, ഇല്ലേ? അപ്പോ കാത്തിരിക്കുമ്പോ ഈ വിളമ്പുന്നവർ വരും. ചോറായിട്ട് ഒരാൾ വരും, കറിയായിട്ട് വേറൊരാൾ വരും. അവര് വന്നിട്ട് ചോദിക്കും, ഇടട്ടെ? ഇട്ടോ. കുറച്ചുകൂടി ഇടട്ടെ? ഇട്ടോ. കുറച്ച്. ഹല്ലേലൂയ. സാമ്പാർ ഒഴിക്കട്ടെ? ഒഴിച്ചോ. മോരൊഴിക്കട്ടെ? ഒഴിച്ചോ. മീൻചാർ ഒഴിക്കട്ടെ? ഒഴിച്ചു. അങ്ങനെ അപ്പോ വിളമ്പുന്നവർക്ക് എന്തുണ്ട്? അവരുടെ ഒരേ ഒരു ഉദ്ദേശം എന്താണ്? ഇത് വിളമ്പി കൊടുക്കുക എന്ന്. നമ്മൾ ഇനി വിളമ്പണ്ട എന്ന് പറഞ്ഞ അവർക്ക് എന്താവും? സങ്കടമാവും. അതുകൊണ്ട് നമ്മൾ പറയും, ഇട്ടോളൂ. ഹല്ലേലൂയ. അച്ഛൻ ഓർക്കാണ്, അച്ഛൻ്റെ കൂടെ ഒറീസയില് ഒരു ഉപദേശി വരുമായിരുന്നു. എവിടെ കുർബാനക്ക് പോകുമ്പോഴും ഈ ഉപദേശി കൂടെ വരും. അപ്പോൾ എവിടെ പരിപാടിക്ക് പോയാലും എവിടെ കുർബാനയ്ക്ക് പോയാലും ഒറ്റ കറിയേ ഉള്ളൂ. അത് കോഴിക്കറിയാണ്. നാടൻ കോഴി ചോറ്, പിന്നെ പരിപ്പ് ചാറ്. അപ്പോൾ ഇങ്ങനെ അവർ വന്നിട്ട് ചോറിടട്ടെ എന്ന് ചോദിക്കും. അപ്പൊ ഈ ഉപദേശിച്ച് പറയും, ആദ്യത്തെ കഴിയുമ്പോൾ പറയും വേണ്ട എന്ന് ഒരു കൈ കൊണ്ട് പറയും, ഇട്ടോ എന്ന് വേറൊരു കൈ കൊണ്ട് പറയും. അപ്പോൾ ഇടുന്നവർക്ക് സംശയമാവും, എന്താ ഉദ്ദേശിക്കുന്നത്? ഒരു കൈ കൊണ്ട് വേണ്ട എന്നും വേറൊരു കൈ കൊണ്ട് ഇട്ടോ എന്നും പറയാം. ഹല്ലേലൂയ. ചേച്ചി പറയാണ്, ചോറ് വേണ്ട, കോഴി ഇട്ടോ എന്നാണ് പറയുന്നത്. ഹല്ലേലൂയ. മതി, തിരിച്ചു പോരെ. പ്രിയപ്പെട്ടവരെ, പറഞ്ഞു വരുന്നത് പരിചരിക്കുന്നവൻ, ഈശോ പരിചരിക്കുന്നവരെ പോലെയാണ്. ചോദ്യം ഇതാണ്, ഞാൻ ആരെ പോലെയാണ് എൻ്റെ ജീവിതത്തിൽ? ഞാൻ അപരന് എന്തു വേണം എന്ന് ചോദിച്ചു കൊണ്ടിരിക്കുന്ന, എങ്ങനെ എനിക്ക് നിന്നെ ശുശ്രൂഷിക്കാം, എങ്ങനെ നിനക്ക് വേണ്ടത് ചെയ്തു തരാം എന്ന് ചോദിക്കുന്ന ഒരു മനോഭാവമാണോ? പരിചരിക്കുന്ന മനോഭാവമാണ് ഈശോയുടെ മനോഭാവം. അത് ചെറുതായിരിക്കുമ്പോഴും യുവാവായിരിക്കുമ്പോഴും മുതിർന്നു കഴിയുമ്പോഴും ഒക്കെ ഈശോയുടെ മനോഭാവം. ഈശോ പറയുകയാണ്, ഞാൻ നിങ്ങളുടെ ഇടയിൽ
പരിചരിക്കുന്നവനെ പോലെയാണ്, കൽപ്പിക്കുന്നവനെ പോലെയല്ല. അതെടുത്തോണ്ട് വന്നേ, ഇതെടുത്തോണ്ട് വന്നേ. ചില ആളുകളുണ്ട്, സ്ത്രീകളാണെന്ന് പുരുഷന്മാരാണെന്ന് അച്ഛൻ പറയില്ല, അവരിങ്ങനെ കാലുമ്മ കാല് കയറ്റി പത്രം വായിച്ചുകൊണ്ടിരിക്കും. ചായ കുടിച്ചിട്ട് ഗ്ലാസ് അവിടെ തന്നെ വെക്കും. അത് കഴിഞ്ഞിട്ട് കുറച്ചു നേരം കഴിയുമ്പോൾ വേറെ എന്തെങ്കിലും ചോദിക്കും. എല്ലാം അവരവരിയ്ക്കുന്ന സ്ഥലത്ത് കൊണ്ടുവന്ന് കൊടുക്കണം. അമേരിക്കയിലുള്ള ഒരു മകള് പറഞ്ഞു, എനിക്ക് കല്യാണം കഴിക്കാൻ പേടിയാണ്, പ്രത്യേകിച്ച് കേരളത്തിൽ നിന്നുള്ളവര്. മലയാളി പെൺകുട്ടിയാണ്, പക്ഷെ അവിടെ ജനിച്ചു വളർന്ന കുട്ടിയാണ്. അവള് പറഞ്ഞു, കേരളത്തിൽ നിന്നുള്ളവരെ കല്യാണം കഴിക്കാൻ എനിക്ക് പേടിയാണ്. കാരണം അവളുടെ 2-3 കൂട്ടുകാരികള് കേരളത്തിൽ നിന്നുള്ളവരെ കല്യാണം കഴിച്ചു. ചെറുപ്പക്കാര് ശ്രദ്ധിച്ചു കേൾക്കും, ആൺകുട്ടികൾ പ്രത്യേകിച്ച്. അവള് പറഞ്ഞു, എനിക്ക് പേടിയാണ്, കാരണം ഇവര് കല്യാണം കഴിച്ചിട്ട് പറയും, എടി ചായ എടുക്കും, ചോറെടുക്കും, ചേട്ടനങ്ങ് എടുത്താ പോരെ, പാത്രം നീ കഴുകി വെക്കും, അല്ലെങ്കിൽ നീ എന്താണ് ഒരു ഗ്ലാസ്സിൽ എന്തോ സാധനം വെച്ചിരിക്കുകയാണ്, ചായ വെച്ചിരിക്കുകയാണ്, അത് മൂടി വെച്ചിട്ടില്ല. അപ്പൊ ഇവൻ കണ്ടു, എടി ഇത് മൂടി വെച്ചിട്ടില്ല, ചേട്ടൻ ആ മൂടി എടുത്ത് മൂടി വെച്ചാ പോരെ, ഇല്ല അത് നീ ചെയ്യേണ്ടതാണ് എന്ന് പറഞ്ഞ് അതിനെക്കുറിച്ച് വഴക്കിടുന്ന സ്വഭാവമാണ്. ഇത് നീ ചെയ്യേണ്ടതാണ്, എനിക്കത് വിളിക്കുന്നതും പറയിപ്പിക്കുന്നതിനേക്കാൾ എളുപ്പം എടുത്ത് മൂടി വെക്കുകയാണ്, ചെയ്യല. ഹല്ലേലൂയ. ചെയ്യിപ്പിക്കാൻ മിടുക്കരാണ്. ഹല്ലേലൂയ. ചെയ്താൽ, ഇത് ഞാൻ ചെയ്താൽ, അല്ലെങ്കിൽ ഭാര്യയുടെ തുണി പുറത്ത് കിടക്കുന്നു, മഴ വരുന്നു, അതെയോ അവളുടെ ഡ്രസ്സ് പുറത്ത് കിടന്ന് മഴ ഉള്ളതാണല്ലോ, അത് ഉണങ്ങി, അത് ആണെടുത്ത് മടക്കി വെച്ചാൽ ആണിന് എന്തെങ്കിലും പറ്റുമോ? ചെയ്യല. ചിലപ്പോ ഇത്തിരി വളരെ ജനറസ് ആയിട്ടുള്ള ആളുകൾ, എടി ഇതേ മഴ വരുന്നു, തുണി സാരി പുറത്ത് കിടക്കുന്നുണ്ടെന്ന് വിളിച്ചു പറയും, അത്രയെങ്കിലും കാണിക്കും. ചില ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഈ പെൺകുട്ടി പറഞ്ഞത്, എനിക്ക് മലയാളികളായ ചെറുക്കന്മാരെ വേണ്ട. യെസ്, പറഞ്ഞ് തിരിച്ചു വരാം. അച്ഛൻ ഉദാഹരണങ്ങൾ പറഞ്ഞു പോകുന്നത് എളുപ്പത്തിന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈശോ പറയുകയാണ്, ഞാൻ നിങ്ങളുടെ ഇടയിൽ പരിചരിക്കുന്നവനെ പോലെയാണ് എന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സഹോദരന്റെ ജീവിത പങ്കാളിക്ക് വേണ്ടി, ഭാര്യയ്ക്ക് വേണ്ടി തുണി അലക്കി കൊടുത്തിട്ടുള്ള എത്ര ചേട്ടന്മാരിവിടെ ഉണ്ട്? കയ്യൊന്നും പൊക്കണ്ട, മനസ്സിൽ ധ്യാനിച്ചാൽ. ഞാൻ എത്ര പ്രാവശ്യം, അവള് പല പ്രാവശ്യം ആശുപത്രി കിടന്നിട്ടുണ്ട്, അല്ലെങ്കിൽ രോഗിയായിട്ട് കിടന്നിട്ടുണ്ട്, ഒന്നില്ലെങ്കിലും പ്രസവിച്ച് കിടന്നിട്ടുണ്ടല്ലോ, അല്ലേ? അല്ലാതെ 2-3 പിള്ളേരുണ്ടാവില്ലല്ലോ. അപ്പോ എപ്പോഴെങ്കിലും ഞാൻ എന്തെങ്കിലും എളിമയോടുകൂടെ ഒന്ന് തുണി അലക്കി കൊടുത്തിട്ടുണ്ടോ? കർത്താവ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അഗാധമായ, അച്ഛനീ പറയുന്നത് വളരെ പ്രസക്തമാണ്. കാരണം ഈ വിദേശത്തൊക്കെ പോയിട്ട് തിരിച്ചു വന്ന് പല കുടുംബങ്ങളിലും വിവാഹമോചനം നടക്കുന്നതിന്റെ ഒരു കാരണം പരസ്പരം സഹായിക്കാൻ, പരസ്പരം എളിമയോടുകൂടെ എല്ലാ കാര്യങ്ങളിലും ജോലി ചെയ്യാൻ തയ്യാറില്ലാത്ത ഒരു മനോഭാവമാണ്. യെസ്. അപ്പോൾ നമ്മൾ മുന്നോട്ട് പോവുകയാണ്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്, ഈശോയെ എന്റെ ഹൃദയത്തെ അങ്ങയുടെ ഹൃദയം പോലെ ആക്കി തീർക്കണമേ. അത് പ്രാർത്ഥന കഴിയുന്നത് വരെയല്ല, പ്രാർത്ഥനയ്ക്ക് ശേഷം ഈശോയെ എന്റെ ഹൃദയം അങ്ങേ ഹൃദയം പോലെ ആക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 8-ാമത്തെ തിരുവചനത്തിൽ വചനം ഇങ്ങനെ പറയുകയാണ്. ഫിലിപ്പി 2:8, ആകൃതിയിൽ മനുഷ്യനെ പോലെ കാണപ്പെട്ടു, മരണം വരെ, അതേ കുരിശു മരണം വരെ അനുസരണമുള്ളവനായി തന്നെ തന്നെ താഴ്ത്തി. വലതുകരം ഉയർത്തി വീശിക്കൊണ്ട് പറയാം, ആകൃതിയിൽ മനുഷ്യനെ പോലെ കാണപ്പെട്ടു, മരണം വരെ
അതേ കുരിശ് മരണം വരെ അനുസരണമുള്ളവനായി തന്നെ തന്നെ താഴ്ത്തി. ഹല്ലേലൂയ. നമ്മൾ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് എങ്ങനെ നമ്മെ തന്നെ പരമാവധി ബാക്കി പറ പൊക്കാം എന്നാണ്, അല്ലേ? പൊക്കി പറയുന്നതെന്ന് പറയില്ലേ? ഈശോ തന്നെ തന്നെ കുരിശ് മരണം വരെ താഴ്ത്തി. നമ്മൾ നമ്മെ തന്നെ പറ്റാവുന്നിടത്തോളം പൊക്കി. ഹല്ലേലൂയ. ഞാനുണ്ടല്ലോ, എന്നെ കുറിച്ചൊന്നും പറയാതിരിക്കണം വേദം. ഹല്ലേലൂയ. നമ്മൾ നമ്മളെ തന്നെ ഇങ്ങനെ പൊക്കി പൊക്കി പറയുകയും മറ്റുള്ളവരെ പരമാവധി ഹല്ലേലൂയ ഹല്ലേലൂയ. ആ മനോഭാവമാണ് മാറണമെന്ന് ഈശോ ആഗ്രഹിച്ചിട്ട്. നമ്മുടെ സ്വഭാവം അതാണ്. നമ്മുടെ സ്വാഭാവിക പ്രവണത എന്താണ്? നമ്മെ തന്നെ പൊക്കുകയും മറ്റുള്ളവരെ താഴ്ത്തുകയും ചെയ്യുക എന്നതാണ് സ്വാഭാവിക പ്രവണത. കുഴപ്പമില്ല, ഈശോയെ അറിയാത്തവർ അങ്ങനെ ചെയ്തോട്ടെ. പക്ഷെ നമ്മൾ എന്താണ് പ്രാർത്ഥിക്കുന്നത്? അതുകൊണ്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്, ഈശോയെ, ഏറ്റവും മാധുര്യമുള്ള ഈശോയുടെ തിരുഹൃദയമേ, എൻ്റെ ഹൃദയത്തെ അങ്ങേ ഹൃദയം പോലെ ആക്കണമേ. സ്വയം പൊക്കാൻ പ്രവണതയുള്ള എനിക്ക് സ്വയം താഴ്ത്താനുള്ള ഒരു പ്രവണത തരണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ. ഇനി ഈശോ എങ്ങനെയാണ് തന്നെ തന്നെ താഴ്ത്തിയത്? യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 19-ാമത്തെ തിരുവചനത്തിൽ ഈശോ പറയുന്നു, വായിക്കാം. എന്തെന്നാൽ യോഹന്നാന്റെ സുവിശേഷം 5:19 യേശു പറഞ്ഞു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, പിതാവ് ചെയ്തു കാണുന്നതല്ലാതെ പുത്രന് സ്വന്തം ഇഷ്ടമനുസരിച്ച് ഒന്നും പ്രവർത്തിക്കുവാൻ സാധിക്കുകയില്ല. ഈശോ പറയാണ്, ഐ ക്യാൻ ഡു നത്തിങ് ബൈ മൈസെൽഫ്. ആരാ പറയുന്നത്? ദൈവപുത്രനായ ഈശോ പറയുകയാണ്, ഐ ക്യാൻ ഡു നത്തിങ് ബൈ മൈസെൽഫ്. എനിക്ക് സ്വന്തമായി ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല. ലോകത്തിലുള്ള മനുഷ്യരെങ്ങനെയാണ് പറയുന്നത്? എനിക്ക് എന്തു വേണേലും ചെയ്യാൻ പറ്റും, എനിക്ക് പള്ളി പോകേണ്ട കാര്യമൊന്നും ഇല്ല, എനിക്ക് എന്തു വേണേലും ചെയ്യാം, എനിക്ക് എന്തു വേണേലും അറിയാൻ പറ്റും, ഫോണിൽ നോക്കിയാൽ മതി, സെർച്ച് ചെയ്താൽ മതി, എനിക്ക് പള്ളി പോകേണ്ട കാര്യമൊന്നും ഇല്ല, എനിക്ക് എന്തും നേടിയെടുക്കാൻ കഴിയുമെന്ന് മനുഷ്യർ പറയുന്നു. ഇതാ ഈശോ പറയുകയാണ്, ഐ ക്യാൻ ഡു നത്തിങ് ബൈ മൈസെൽഫ്. ഇതാണ് പ്രിയപ്പെട്ടവരെ ഈശോയുടെ എളിമ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, ഞാൻ എളിമയുള്ളവനാണ്, നിങ്ങളും അതുപോലെ ആകാൻ എന്നിൽ നിന്ന് പഠിക്കുവിനെന്ന് യോഹന്നാന്റെ സുവിശേഷം തന്നെ 5-ാം അധ്യായം 30-ാമത്തെ തിരുവചനത്തിൽ ഈശോ വീണ്ടും പറയുന്നു. വായിച്ചേ. സ്വമേധയാ ഒന്നും ചെയ്യാൻ എനിക്ക് സാധിക്കുകയില്ല. ഈശോ ആവർത്തിക്കുകയാണ്, ഐ ക്യാൻ ഡു നത്തിങ് ബൈ മൈസെൽഫ്. സ്വമേധയാ, എന്റെ ഇഷ്ടപ്രകാരം എനിക്കൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല. ഹല്ലേലൂയ. എന്നിട്ട് ഈശോ പറയുന്നു, തുടർന്ന് വായിച്ചേ, ഞാൻ ശ്രവിക്കുന്നത് പോലെ ഞാൻ വിധിക്കുന്നു. ഞാൻ ഒരു കാര്യം ശരിയാണ് തെറ്റാണ് എന്നൊക്കെ എൻ്റെ മനസ്സിൽ കണക്ക് കൂട്ടുന്നത് പിതാവ് എന്നോട് പറയുന്നത് കേട്ടിട്ടാണ്. ഇപ്പൊ മക്കള് മാതാപിതാക്കളോട് പറയാണ്, നിങ്ങൾ എന്നെ പഠിപ്പിക്കാൻ വരണ്ട. നല്ല എളിമയുള്ളത് കൊണ്ട് പറയുന്നതാണ്. അമ്മ എന്നെ പഠിപ്പിക്കാൻ നിൽക്കണ്ട, അമ്മക്ക് എന്തറിയാം? തീർന്നില്ല. അപ്പൻ എന്തറിയാം? അപ്പന് ഒന്നും അറിഞ്ഞൂടാ, അമ്മക്ക് ഒന്നും അറിഞ്ഞൂടാ. എല്ലാം അറിയുന്നത് ആർക്കാണ്? 5-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചിനാണ്. ഹല്ലേലൂയ. അല്ലെങ്കിൽ മുതിർന്ന 19-20 വയസ്സിലുള്ള യുവാവിനാണ്, യുവതിക്കാണ് എല്ലാം അറിയുന്നത്. ഈശോ പറയാണ്, ഞാൻ പിതാവ് പറയുന്നത് പോലെയാണ് തീരുമാനമെടുക്കുന്നത്. എന്നിട്ട് ഈശോ പറയുന്നത്, എന്റെ ഇഷ്ടമല്ല, അയച്ചവന്റെ ഇഷ്ടമാണ് ഞാൻ അന്വേഷിക്കുന്നത്. ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ ഈശോയേ
നമ്മൾ പറയുന്നു, അല്ലെങ്കിൽ മക്കള് പറയുന്നു, പ്രാർത്ഥിക്കാത്തവര് പറയുന്നു, ഞാൻ എനിക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യും, ആരും എന്നെ പഠിപ്പിക്കാൻ വരണ്ട. അവരും ചിലപ്പോ പ്രാർത്ഥനക്ക് കൂടിയപ്പോ അറിയാതെ പ്രാർത്ഥിച്ചിട്ടുണ്ട്, ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ, എന്റെ ഹൃദയത്തെ അങ്ങേ ഹൃദയം പോലെ ആക്കി തീർക്കണമേ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഒരു ഡിഗ്രി പഠിക്കുന്ന മകൻ ഇത്തിരി വൈകി വീട്ടിൽ വന്നു. വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോ അപ്പം പറഞ്ഞു, എടാ ഇങ്ങനെ നിനക്ക് തോന്നുമ്പോ കേറി വരാൻ ഇത് സത്രമൊന്നുമല്ല. ഇവിടെ വരണമെന്നുണ്ടെങ്കിൽ കൃത്യസമയത്ത് പ്രാർത്ഥനയ്ക്ക് മുമ്പൊക്കെ വന്നോളണം, അതുപോലെ പറയുന്നത് കേട്ട് ജീവിച്ചോളണം. ഇവൻ നീ കള്ളു കുടിച്ചൊന്ന് ഈ വീട്ടിൽ ഇവൻ കൂട്ടുകാരുടെ കൂടെ പോയി ഇത്തിരി കള്ളൊക്കെ കുടിച്ച് വന്നിരിക്കാം. അപ്പോ ഇവൻ അപ്പനോട് ചൂടായിട്ട് പറഞ്ഞു, എന്നെ ഉപദേശിക്കാൻ തനിക്ക് എന്ത് യോഗ്യത ഉണ്ടടോ എന്ന്. മകൻ അപ്പനോട് ചോദിക്കുകയാണ്, അച്ഛനെയും പറയുന്ന പോലെയൊന്നും അല്ല, അച്ഛനെ ഏറ്റവും കൂളായിട്ടെന്ന് പറയാണ്, എന്നെ ഉപദേശിക്കാൻ തനിക്ക് എന്ത് യോഗ്യതയുണ്ട്? താൻ തൻ്റെ ആയ കാലത്ത് കള്ളും കുടിച്ച് ചുറ്റി നടന്ന കഥയൊക്കെ ഞങ്ങൾക്കറിയാം. ഇപ്പോഴല്ലേ താനൊന്ന് അടങ്ങി ഒതുങ്ങി ഇരിക്കാൻ തുടങ്ങിയെന്ന് അപ്പനോട് മകൻ ചോദിക്കുകയാണ്. അമ്മ ഓടി വന്ന് ഇടക്ക് നിന്നിട്ട് പറഞ്ഞു, എന്തോ പറഞ്ഞപ്പോ അമ്മക്ക് വിളിച്ചൊരൊറ്റ തള്ളു. പ്രിയപ്പെട്ടവരെ, എനിക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിക്കും എന്ന് പറയാനുള്ള പ്രവണത നമ്മുടെ ഉള്ളിൽ എവിടെയൊക്കെ കിടക്കുന്നുണ്ട്. അപ്പോ ആ ഒരു സംസ്കാരത്തിന് മാറ്റം വരണം. അതുകൊണ്ട് ഈശോ പറയുകയാണ്, നിങ്ങൾ എന്നിൽ നിന്ന് പഠിക്കുവിൻ എന്ന്. ഹല്ലേലൂയാ. ഒരു പയ്യൻ പറയാണ്, എന്റെ കാര്യം നടത്താൻ എനിക്ക്, എടാ നീ പള്ളിയിലൊക്കെ പോയി ഒന്ന് പ്രാർത്ഥിച്ച് ഒന്ന് കാര്യങ്ങളൊക്കെ നടക്കട്ടെ എന്ന് പറഞ്ഞപ്പോ അവൻ പറയാണ്, എനിക്കങ്ങനെ ദൈവത്തെ മണിയടിക്കേണ്ട കാര്യമില്ലെന്ന്. ദൈവത്തെ മണിയടിച്ചിട്ട് വേണ്ട കാര്യം നടത്താൻ. പള്ളി പോകുന്നവർ ദൈവത്തെ മണിയടിക്കാൻ പോകുന്നതെന്നാണ് അവന്റെ വ്യാഖ്യാനം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രിയപ്പെട്ടവരെ, ഇപ്രകാരമൊക്കെ ലോകം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണ് നമ്മൾ പറയുന്ന, അല്ലെങ്കിൽ ഈശോ പറയുന്നത്, നിങ്ങൾ എന്നിൽ നിന്ന് പഠിക്കുവിൻ. നമ്മൾ ഈശോയോട് ആവർത്തിച്ച് പ്രാർത്ഥിക്കുകയാണ്, ഏറ്റവും മാധുര്യമുള്ള ഈശോയുടെ തിരുഹൃദയമേ, ഞങ്ങളുടെ ഹൃദയത്തെ അങ്ങയുടെ ഹൃദയം പോലെ ആക്കണമേ. അല്ലെങ്കിൽ ശാന്തതയും എളിമയുമുള്ള ഈശോയുടെ തിരുഹൃദയമേ, ഞങ്ങളുടെ ഹൃദയത്തെ അങ്ങയുടെ ഹൃദയം പോലെ ആക്കി തീർക്കണമേ എന്ന്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. രണ്ടാമതായി ഈശോയുടെ തിരുഹൃദയത്തിന്റെ ഒരു പ്രത്യേകത, അത് അതിരറ്റ കരുണയും ദയയും നിറഞ്ഞ ഹൃദയമാണ്. എന്താണ്? അതിരറ്റ കരുണയും ദയയും നിറഞ്ഞതാണ്. അതിരുകളില്ലാത്ത കരുണയാണ്, അതിരുകളില്ലാത്ത ദയയാണ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രിയപ്പെട്ടവരെ, ഈശോയുടെ എളിമയെ അനുകരിച്ച ഒരാളുടെ കാര്യം പെട്ടെന്ന് ഓർമ്മ വരികയാണ്. ഫ്രാൻസിസ് അസീസി തൻ്റെ സഭയ്ക്ക് പേരിട്ട് കഴിഞ്ഞപ്പോൾ സഭയ്ക്കിട്ട പേര് എന്ന് പറയുന്നത് ദ ലിറ്റിൽ സർവൻസ് എന്നാണ്. ഏറ്റവും താഴ്ന്ന സഹോദരന്മാർ, ഫ്രയേഴ്സ് മൈനർ എന്ന് പറയുന്ന താഴ്ന്ന സഹോദരന്മാർ എന്ന് പറയുന്ന ഒരു പേരാണ് തൻ്റെ സഭയ്ക്ക് വേണ്ടി ഫ്രാൻസിസ് അസീസി കണ്ടുപിടിച്ചത്. ഞങ്ങൾ ആരുടെയും മുകളിൽ കയറി ഇരിക്കാൻ വരുന്നവരല്ല, നിങ്ങളുടെ ഏറ്റവും ചെറിയ ജോലികളിൽ നിങ്ങളെ സഹായിക്കാൻ വേണ്ടി വരുന്നവരുടെ ഗണമാണ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഉച്ചത്തിൽ വിളിക്കാം ഈശോയേ. ഇനി രണ്ടാമതായിട്ട് നമ്മൾ പറയുകയാണ് ഈശോയുടെ അതിരറ്റ കരുണയും ദയയും എന്ന്. ഈശോയുടെ കരുണ നമ്മൾ കാണുന്ന ഒത്തിരിയേറെ ഇടങ്ങളുണ്ട്. ഈശോയുടെ പ്രവൃത്തിയിലും ഈശോയുടെ വാക്കുകളിലും ഒക്കെ കരുണയാണ്. ഹല്ലേലൂയാ. ഒരു കുഷ്ഠരോഗി ഈശോയുടെ അടുക്കൽ വരികയാണ്.
കുഷ്ഠരോഗി ഈശോയുടെ അടുക്കൽ വന്നിട്ട് അവനോട് പറഞ്ഞു, മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം 2-3 തിരുവചനങ്ങൾ വായിക്കാം. അപ്പോൾ ഒരു കുഷ്ഠരോഗി അടുത്തു വന്ന് താണു വണങ്ങി പറഞ്ഞു, കർത്താവേ, അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും. യേശു കൈനീട്ടി അവനെ സ്പർശിച്ചുകൊണ്ട് അരുളി ചെയ്തു, എനിക്ക് മനസ്സുണ്ട്, നിനക്ക് ശുദ്ധി വരട്ടെ. തൽക്ഷണം കുഷ്ഠം മാറി അവന് ശുദ്ധി വന്നു. ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ. പ്രിയപ്പെട്ടവരെ, കുഷ്ഠരോഗിയെ തൊടാൻ പാടില്ല എന്ന നിയമമുണ്ടായിരുന്നു. തൊട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യണമെന്നറിയാവോ? വെരി ഗുഡ്. ശുദ്ധീകരണ കർമ്മം നടത്തണം. ശുദ്ധീകരണ കുളങ്ങൾ ഉണ്ടായിരുന്നു. അവിടെ പോയി വെറുതെ ഏതെങ്കിലും കുളത്തിൽ കുളിച്ചാൽ പോരാ, ശുദ്ധീകരണ കുളത്തിൽ പോയി കുളിക്കണം, ഡ്രസ്സ് മാറണം. വൈകുന്നേരത്തിന് മുമ്പ് ഇതൊക്കെ ചെയ്താൽ നീ ശുദ്ധിയുള്ളവനായി. ഇനി കുഷ്ഠരോഗിയെ തൊട്ടിട്ട് ഈ ശുദ്ധീകരണ കുളത്തിൽ പോയി കുളിക്കാതെ നീ ഏതെങ്കിലും നല്ല കാര്യത്തിൽ അല്ലെങ്കിൽ പള്ളിയിൽ പോയാൽ നീ നിയമം തെറ്റിക്കുന്നവനായി മാറുകയാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഈശോ ഇയാളെ തൊട്ടാൽ ഈശോ എന്ത് ചെയ്യണം? അപ്പൊ തന്നെ ഡ്രസ്സ് മാറാനും കുളിക്കാനും പോണം. നിങ്ങളാണെങ്കിൽ തൊടാൻ നിൽക്കുവോ? വേറൊരു ദിവസം ആവട്ടെ. ഹല്ലേലൂയ. ഇപ്പൊ തന്നെ ഇനി കുളിക്കാനൊന്നും മെനക്കെടാനൊന്നും നമ്മെ കൊണ്ട് പറ്റില്ല, അല്ലേ? ഈശോയുടെ കരുണ. അതുപോലെ പ്രിയപ്പെട്ടവരെ, ഒരു ഡെഡ് ബോഡിയെ തൊട്ടാൽ അല്ലെങ്കിൽ ഒരു ശവമഞ്ചത്തെ തൊട്ടാൽ 7 ദിവസം പിന്നെ പള്ളിയിൽ കയറാൻ പാടില്ല. സന്തോഷമാണ്. അതായത് ശവമഞ്ചത്തെ തൊട്ടതിന് ശേഷം തൊടുന്ന ആൾ അശുദ്ധനായി മാറുകയാണ്. അശുദ്ധനായി മാറിയ ആൾ 3-ാം ദിവസം ഒരു ശുദ്ധീകരണ കർമ്മമുണ്ട്. ശുദ്ധീകരണ കർമ്മം വെറുതെ അല്ല, അത് ഭയങ്കര എക്സ്പെൻസീവാണ്. ചുവന്ന പശുവിന്റെ ഭസ്മം, ചുവന്ന പശുവിന്റെ ഭസ്മം ദേവാലയത്തിൽ സൂക്ഷിച്ചിട്ടുണ്ട്. ഇവര് ദേവാലയത്തിൽ ചെല്ലുകയും ഈ ചുവന്ന പശുവിനെ ദഹിപ്പിച്ചെടുത്ത ഭസ്മം ഒരു ജലത്തിൽ, നീർച്ചാലിൽ നിന്നെടുത്ത ഒരു തളികയിൽ വെള്ളത്തിലിട്ടിട്ട് ആ വെള്ളം തളിച്ച് പ്രാർത്ഥിക്കുന്നു. അത് 3-ാം ദിവസത്തിനുള്ളിൽ തന്നെ ചെയ്യണം. അതിനുശേഷം 7-ാം ദിവസം വീണ്ടും ഒരു ശുദ്ധീകരണ കർമ്മമുണ്ട്. ആ ശുദ്ധീകരണ കർമ്മം കൂടി കഴിയുമ്പോഴാണ് ആ ശുദ്ധീകരണ കർമ്മം പൂർത്തിയാകുന്നത്. അതിനുശേഷം മാത്രമേ ഇയാൾക്ക് വീണ്ടും പള്ളിയിൽ കയറാൻ പറ്റുകയുള്ളൂ. ഈ ശുദ്ധീകരണ കർമ്മം നടത്താതെ ഒരാൾ പള്ളിയിൽ കയറിയാൽ അയാളെ ഈ ഇസ്രായേൽ സമൂഹത്തിൽ നിന്ന്, തങ്ങളുടെ ആ വിശ്വാസ കൂട്ടായ്മയിൽ നിന്ന് പുറത്താക്കാം, നാട്ടിൽ നിന്ന്, കുടുംബത്തിൽ നിന്ന് പുറത്താക്കും. ഈശോ അപ്പോൾ ആ ഒരു പശ്ചാത്തലത്തിൽ വേണം നിങ്ങൾ ഓർക്കാൻ. ജയറോസിന്റെ മരിച്ചു കിടന്ന മകളുടെ അടുത്തേക്ക് ഈശോ ചെന്നിട്ട് അവളുടെ കൈ പിടിക്കുകയാണ്. ഈശോയ്ക്ക് കൈ പിടിക്കാതെയും തലീത്താക്കും ബാലികെ എഴുന്നേൽക്കൂ എന്ന് പറയാം. അവൾ എഴുന്നേൽക്കും. പക്ഷെ ഈശോ അവളുടെ കൈ പിടിക്കുകയാണ്. നൈൻ പട്ടണത്തിലെ വിധവയുടെ മകന്റെ ഫ്യൂണറൽ നടക്കുകയാണ്. അവിടെ അടുത്ത് ചെന്ന് ആ ശവമഞ്ചത്തിൽ തൊടാതെയും യുവാവെ എഴുന്നേൽക്കൂ എന്ന് ഈശോയ്ക്ക് പറയാം. പക്ഷേ ഈശോ ആ മഞ്ചത്തിൽ തൊടുകയാണ്. യഹൂദ പാരമ്പര്യം അനുസരിച്ച് ആ തൊടുന്ന സ്ഥലത്ത് നിന്ന്, തൊടുന്ന ആ മൃതദേഹത്തിൽ നിന്ന് അശുദ്ധി തൊടുന്ന ആളിലേക്ക് പകരപ്പെടുമെന്നതാണ് പാരമ്പര്യം. പക്ഷേ ഈശോയുടെ ഉള്ളിൽ നിന്ന് വിശുദ്ധി മരിച്ചു കിടക്കുന്ന ആളിലേക്ക് പകരപ്പെടുകയാണ്, പകർച്ച നടക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോ തൊട്ടത് വഴി ഈശോ അശുദ്ധനാവുകയല്ല ചെയ്തത്. ഈശോയിലുള്ള വിശുദ്ധി ആ മൃതശരീരത്തിലേക്ക് പോവുകയാണ് ചെയ്തത്. ഈശോയിലുള്ള ജീവൻ ആ മൃതശരീരത്തിലേക്ക് പോവുകയും ആ മൃതശരീരത്തിന് ജീവൻ ലഭിക്കുകയുമാണ് ചെയ്തത്. ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ, ഈശോയേ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഒരാളെ തൊടുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്?
നമ്മളിൽ ഉള്ള ജീവൻ അയാളിലേക്ക് പകരപ്പെടുകയാണ്. നമ്മളിലുള്ള വിശുദ്ധി അയാളിലേക്ക് പകരപ്പെടുകയാണ്. എപ്പോ നമ്മൾ ഈശോയെ പോലെ ആയാൽ. ഇപ്പൊ എന്താ സംഭവിക്കുന്നത്? ഒരാള് സമാധാനത്തിൽ ഇരിക്കുകയായിരുന്നു. അയാളുടെ അടുത്ത് ചെന്ന് നമ്മൾ തൊട്ട് 2 വർത്തമാനം പറഞ്ഞു. അതോടുകൂടി അയാളുടെ ഹല്ലേലൂയ ഹല്ലേലൂയ. അതാണ് ഈശോയുടെ കരുണ. ഈശോയിൽ ഉണ്ടായിരുന്ന അതിരറ്റ കരുണയും ദയയും തന്റെ കാര്യം നോക്കാതെ, എനിക്ക് കുളിക്കേണ്ട വരും, എനിക്ക് ചെലവുണ്ടാകും, എനിക്ക് നഷ്ടമുണ്ടാകും എന്ന് നോക്കാതെ ഈശോ അങ്ങോട്ട് ചെല്ലുകയാണ്. ഇതുപോലെ തന്നെയാണ് കുഷ്ഠരോഗിയെ തൊടുമ്പോഴും, അല്ലെങ്കിൽ രക്തസ്രാവക്കാരി സ്ത്രീ ഈശോയെ സ്പർശിച്ചാൽ, പ്രിയപ്പെട്ടവരെ, ഈശോ അശുദ്ധനാകും സാധാരണ രീതിയിൽ. അതുകൊണ്ട് രക്തസ്രാവമുള്ള ആൾ സ്പർശിക്കാൻ പാടില്ല. പക്ഷെ ഈശോയുടെ കാര്യത്തിൽ ഈശോയുടെ വസ്ത്രത്തിന്റെ വിളിമ്പിൽ അവൾ തൊടുമ്പോ ഈശോ അശുദ്ധനാവുകയല്ല, ഈശോയിലുള്ള വിശുദ്ധി അവളിലേക്ക് പകരപ്പെടുകയാണ്. ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ ഈശോയേ ഈശോയേ. ഈശോയുടെ കാലുകൾ, പ്രിയപ്പെട്ടവരെ, അനുതപിച്ച് തിരിച്ചു മടങ്ങി വരുന്നവരിലേക്ക് ഓടിച്ചെല്ലുന്ന കാലുകളാണ്. ഈശോയുടെ ആ കാലുകളെ കുറിച്ചാണ് ഈശോ ധൂർത്തപുത്രന്റെ ഉപമയിൽ പറഞ്ഞത്. അവൻ മടങ്ങി വരുന്നത് കണ്ടപ്പോൾ പിതാവിരുന്നിടത്ത് നിന്ന് എഴുന്നേറ്റ് അവന്റെ പക്കലേക്ക് ഓടിച്ചെന്നു എന്ന്. ഹല്ലേലൂയ. അനുതപിക്കുന്നവന്റെ അടുത്തേക്ക്, മടങ്ങി വരുന്നവന്റെ അടുത്തേക്ക് ഓടിച്ചെല്ലുന്ന കരുണയുള്ള കാലുകൾ. അവൻ അഴുക്ക് നിറഞ്ഞു കിടക്കുകയാണ്. അഴുക്ക് നിറഞ്ഞു കിടക്കുന്നവനെ, പാപത്തിൽ പുരണ്ടു കിടക്കുന്നവനെ വാരിപ്പുണരുന്ന കരുണയുള്ള കൈകൾ. അവന്റെ പ്രാർത്ഥന കേൾക്കുന്ന കരുണയുള്ള, അവൻ പറയുന്നത് കേൾക്കാൻ തയ്യാറാകുന്ന കരുണയുള്ള കാതുകൾ. ഒരാൾ തെറ്റ് ചെയ്ത് മടങ്ങി വരുമ്പോ, മടങ്ങി വരുന്നവൻ ചില കാര്യങ്ങൾ പറയാൻ പോകുമ്പോ ചില ആളുകൾ പറയും, നീ ഒന്നും പറയണ്ട, എനിക്കൊന്നും കേൾക്കണ്ട, എന്റെ കൺമുമ്പിൽ ഇനി നിന്നെ കണ്ടുപോകരുത്, നിന്നോടെല്ലാം ക്ഷമിച്ചിരിക്കുന്നു, പക്ഷെ എന്റെ കൺവെട്ടത്ത് കണ്ടുപോകരുത്. നല്ല ക്ഷമ. നിന്നോട് ക്ഷമിച്ചിരിക്കുന്നു, പക്ഷെ ഈ മുറ്റത്ത് നീ ഇനി കാലുകുത്തരുത്. പ്രിയപ്പെട്ടവരെ, അതിരറ്റ കരുണയാണ് ഈശോയുടെ ഹൃദയത്തിന്റെ കരുണ എന്ന് പറയുന്നത്. ആ കരുണയെ നോക്കിയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ, എന്റെ ഹൃദയത്തെ അങ്ങേ ഹൃദയം പോലെ ആക്കി തീർക്കണമേ എന്ന്. പ്രിയപ്പെട്ടവരെ, മൂന്നാമതായി ഈശോയുടെ ഹൃദയം എന്ന് പറയുന്നത് ആത്മപരിത്യാഗത്തിന്റെ ഹൃദയമാണ്. ആത്മപരിത്യാഗത്തിന്റെ 13 കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ മാസങ്ങളിലായി, 2-3 മാസങ്ങളിലായി നമ്മൾ ധ്യാനിച്ച് അവസാനിപ്പിച്ചതാണ്. ആത്മപരിത്യാഗത്തിന്റെ ഈശോ കെനോസിസ് എന്നാണ് അതിനെ പറയുന്നത്. ഗ്രീക്കിൽ കെനോസിസ് എന്ന് പറഞ്ഞാൽ ശൂന്യവൽക്കരണം. ഞാൻ എന്നെ തന്നെ ശൂന്യനാക്കുകയാണ്. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 7-ാമത്തെ തിരുവചനം വായിക്കാം. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 7-ാമത്തെ തിരുവചനം. തന്നെ തന്നെ ശൂന്യനാക്കിക്കൊണ്ട് ദാസന്റെ രൂപം സ്വീകരിച്ച് മനുഷ്യരുടെ സാദൃശ്യത്തിൽ ആയിത്തീർന്നു. വലതുകരം ഉയർത്തി വീശിക്കൊണ്ട്, തന്നെ തന്നെ ശൂന്യനാക്കിക്കൊണ്ട് ദാസന്റെ രൂപം സ്വീകരിച്ച് മനുഷ്യരുടെ സാദൃശ്യത്തിൽ ആയിത്തീർന്നു. ഹല്ലേലൂയ. അതായത് ഈശോ ചെയ്തത് ദൈവീക മഹിമയും അവകാശങ്ങളും ഉപേക്ഷിച്ചു. ഈശോയ്ക്ക് സിംഹാസനത്തിൽ ഇരിക്കാൻ അവകാശമുണ്ടായിരുന്നു, അല്ലേ? ഈശോയ്ക്ക് മുഖ്യമന്ത്രിയാവാൻ അവകാശമുണ്ട്.
പക്ഷെ ഈശോ പറഞ്ഞു, ഞാനാകുന്നില്ല എന്ന് പറഞ്ഞു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവീക മഹിമയും എനിക്ക് അവകാശമുണ്ട്. ഈ സ്ഥാനം ലഭിക്കാൻ എനിക്ക് അവകാശമുണ്ട്. നിങ്ങൾ വിട്ടുകൊടുക്കൂ. അല്ലെ, MLA നിയോജക തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ നിങ്ങൾക്ക് എല്ലാ വിധത്തിലും അവകാശമുണ്ട്. അപ്പോൾ നിങ്ങൾ പറയുകയാണ്, ഞാൻ നിൽക്കുന്നില്ല, എൻ്റെ കൂട്ടുകാരനെ നിർത്തിക്കോ എന്ന് പറയോ? മന്ത്രിയാകാൻ നിങ്ങൾക്ക് അവകാശമുണ്ട്. അപ്പോൾ നിങ്ങൾ പറയുകയാണ്, എനിക്ക് മന്ത്രിയാകണ്ട, വേറെ ആരെങ്കിലും ആക്കിക്കോ എന്ന് നിങ്ങൾ ആരെങ്കിലും മന്ത്രിമാര് MLA പറഞ്ഞതായിട്ട് പത്രത്തിൽ വായിച്ചായിരുന്നോ? ഹല്ലേലൂയ. പലരും പറഞ്ഞത് എന്താണ്? എനിക്ക് കിട്ടിയത് പോരാ, മന്ത്രിയായി, പക്ഷെ വകുപ്പ് ഇത് പോരാ. ഇല്ലേ? പലർക്ക് കൊടുത്ത വകുപ്പ് ഈ വകുപ്പാണോ? അങ്ങനെ എനിക്ക് വേണ്ട, എനിക്ക് വേറെ മറ്റേത് മതി. എല്ലാവരും വലുത് നോക്കി, അല്ലേ? അച്ഛനാരെയും കുറ്റം പറയുന്നതല്ല, നമ്മുടെ സ്വഭാവം പറയുന്നതാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അല്ലെ, ഓരോരുത്തർക്കും വലിപ്പമുള്ളത്, മുഴുത്തത് വേണം. മന്ത്രിയായാൽ അത് മാത്രം പോരാ, കൂടുതൽ ഡിമാൻഡുള്ള വകുപ്പ് വേണം. ഹല്ലേലൂയ. ഈ ഒരു പശ്ചാത്തലത്തിലാണ്, മനുഷ്യന്റെ സ്വഭാവമാണ്, അതിൽ ആരും തെറ്റു പറയണ്ട. ഈ ഒരു പശ്ചാത്തലത്തിൽ ഈശോയെ കണ്ട്, അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, നിങ്ങൾ അവരെയും ഇവരെയും കണ്ട് പഠിക്കണ്ട, നിങ്ങൾ ആരെ കണ്ട് പഠിച്ചാ മതി? എന്നെ കണ്ട് പഠിച്ചാ മതി. ഈശോ ദൈവീക മഹിമയും അവകാശങ്ങളും ഉപേക്ഷിച്ചു, സ്വർഗം ഉപേക്ഷിച്ചു. ഈശോയുടെ തിരുഹൃദയം സ്വർഗമുപേക്ഷിക്കുന്ന, ദൈവത്തിന്റെ മഹിമ ഉപേക്ഷിക്കുന്ന, അവകാശങ്ങൾ ഉപേക്ഷിക്കുന്ന ഹൃദയമാണ്. ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ. ദൈവവുമായിട്ടുള്ള സമാനത മാറ്റിവെച്ച ഹൃദയമാണ്. ഒരു സാധാരണക്കാരനെ പോലെ ആയിത്തീർന്ന ഹൃദയമാണ്. കാലിത്തൊഴുത്തിൽ പിറന്ന ഹൃദയമാണ്. ഈശോ തന്റെ മഹത്വം മുഴുവനും ഉപേക്ഷിച്ച് ഒരു സാധാരണക്കാരനെ പോലെയായി. ഇനി അതാണ് ആത്മപരിത്യാഗത്തിന്റെ ഹൃദയം എന്ന് പറയുന്നത്. ആ വിഷയത്തെക്കുറിച്ച് ആവശ്യത്തിന് നമ്മൾ ധ്യാനിച്ചിട്ടുണ്ട്. രണ്ടാമതായി, ഈ ആത്മപരിത്യാഗത്തിന്റെ മറ്റൊരു തലമാണ് സ്വന്തം ഇഷ്ടം ഉപേക്ഷിച്ചു. സ്വന്തം ഇഷ്ടം എന്ന് പറഞ്ഞാൽ വൺസ് ഓൺ വിൽ, ഓട്ടോണമി. നമുക്കെല്ലാവർക്കും ചില കാര്യങ്ങളിൽ തീരുമാനമെടുക്കാൻ അവകാശമുണ്ട്, ഇല്ലേ? ആ അവകാശം ഉപേക്ഷിച്ചിട്ട് ഈശോ പറഞ്ഞു, പിതാവേ, എന്റെ ഹിതമല്ല അങ്ങയുടെ ഹിതം നിറവേറട്ടെ. കുരിശുമരണവുമായി ബന്ധപ്പെട്ട്, കുരിശുമരണത്തിൽ എന്താണ് ആ പ്രാർത്ഥനയുടെ അർത്ഥം എന്ന് അച്ഛൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. കുരിശുമരണം ഉപേക്ഷിക്കാനല്ല, ഈ പിതാവിന്റെ ഹൃദയത്തിൽ നിന്ന് പറിച്ചു മാറ്റപ്പെടുന്ന ആ ഒരു വേദനയെ കുറിച്ചാണ് ഈശോ പറഞ്ഞത്. സാധിക്കുമെങ്കിൽ ഇതകന്നു പോകട്ടെ, എന്നാലും എന്റെ ഇഷ്ടമല്ല. എനിക്ക് ആ ഒരു കാര്യത്തിൽ പോലും എന്റെ ഇഷ്ടം നിറവേറണമെന്നില്ല, നിന്റെ ഇഷ്ടം നിറവേറ്റിയാൽ മതി എന്ന് പറയുന്ന ആത്മപരിത്യാഗം. ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ, ഈശോയേ. പ്രിയപ്പെട്ടവരെ, നമുക്കെല്ലാവർക്കും ഒരു അവകാശമുണ്ട്. നമ്മളെ ആരെങ്കിലും തല്ലാൻ വന്നാൽ നമുക്ക് എന്തിനുള്ള അവകാശമുണ്ട്? ഒന്നുമില്ലെങ്കിൽ ഓടിക്കളയാനുള്ള അവകാശമുണ്ട്, ഇല്ലേ? നമ്മളൊക്കെ അങ്ങനെ പല പ്രാവശ്യം ഓടിയിട്ടുള്ള ആളുകളാണ്. എന്ന് പറഞ്ഞാൽ ജീവൻ രക്ഷിക്കാനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ട്. നിങ്ങളെ ഒരാൾ കുത്താൻ വന്നു എന്ന് വിചാരിക്കുക. നിങ്ങളുടെ ജീവനെ രക്ഷിക്കാൻ വേണ്ടി അയാളെ തിരിച്ച് കുത്തേണ്ടി വന്നു. നിങ്ങളെ ഒരാൾ കൊല്ലാൻ വന്നപ്പോൾ ആ ഒരു ആക്രമണത്തിൽ നിങ്ങൾ മറ്റേയാളെ കൊന്നു എന്ന് വിചാരിക്കുക. ഓക്കെ, നിങ്ങൾക്ക് അത് തെളിയിക്കാൻ പറ്റി. നിങ്ങളുടെ ജീവൻ അപകടത്തിലായ ഒരു സാഹചര്യത്തിലാണ് ഈ മരണം നടന്നത് എന്ന് തെളിയിച്ചാൽ നിങ്ങൾക്ക് ശിക്ഷയില്ല. അതായത്
നമ്മൾ കൊല്ലപ്പെടാതിരിക്കാൻ വേണ്ടി വേറൊരാളെ നമുക്ക് കൊല്ലേണ്ടി വന്നു. അതിന് നമുക്ക് എന്തുണ്ട്? ജീവൻ രക്ഷിക്കാൻ അവകാശമുണ്ട്. ഹല്ലേലൂയ. പക്ഷെ ഈശോ എന്താണ് ചെയ്തത്? യെസ്, അതാണ് നമ്മെ രക്ഷിക്കാൻ വേണ്ടി സ്വയം മരണത്തിന് വിട്ടുകൊടുക്കുന്ന ഒരാത്മപരിത്യാഗത്തിന്റെ ഹൃദയമാണ് ഈശോയുടെ തിരുഹൃദയം എന്ന് പറയുന്നത്. നമ്മൾ രക്ഷപ്പെടാൻ വേണ്ടി സ്വയം മരണം വരിക്കുന്ന ആത്മപരിത്യാഗം. ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ. അങ്ങനെയുള്ള തിരുഹൃദയത്തോടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ഈശോയെ, എന്റെ ഹൃദയത്തെ നിന്റെ ഹൃദയം പോലെ ആക്കി തീർക്കണമേ. നമുക്കറിയാം, നമ്മളെ രക്ഷിച്ചിട്ടേ ബാക്കി വല്ലവരുടെയും രക്ഷ ഉള്ളൂ, അല്ലേ? അച്ഛൻ കഴിഞ്ഞ ദിവസം പഞ്ചാബിൽ നിന്ന് ഫ്ലൈറ്റിന് തിരിച്ചു വരുമ്പോൾ പ്ലെയിനിലുള്ളവർ പറയുന്നുണ്ട്, ആ ചേച്ചി വിളിച്ചു പറയുന്നുണ്ട്, ഈ എന്തെങ്കിലും കാരണവശാൽ ശ്വാസം എടുക്കാൻ പറ്റാതെയായാൽ, ശ്വാസമില്ലാതെയായാൽ ഓക്സിജൻ മാസ്ക് താഴ്ത്തു വരും. ആദ്യം നിങ്ങൾ നിങ്ങളുടെ എടുത്ത് വെച്ചിട്ട് വേണം ബാക്കിയുള്ളവരെ സഹായിക്കാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുപോലെ തന്നെ ഏതെങ്കിലും കാരണവശാൽ പ്ലെയിൻ വെള്ളത്തിൽ വീണു എന്ന് വിചാരിക്കും, കടലിൽ വീണാൽ നിങ്ങൾക്ക് എടുത്തിടാനുള്ള ജാക്കറ്റ് അടിയിലിരിക്കുന്നുണ്ട്, നോക്കി വച്ചാക്കുന്നു. ആദ്യം നിങ്ങളുടെ എടുത്തിട്ടിട്ട് വേണം ബാക്കിയുള്ളവരെ സഹായിക്കാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മളെ രക്ഷിച്ചിട്ടേ ഉള്ളൂ ബാക്കിയുള്ളവരുടെ കാര്യം, ആണോ? ഹല്ലേലൂയ. അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ നമ്മൾ അച്ഛനൊരു ഉദാഹരണം പറഞ്ഞ് ഈ വിചിന്തനം അവസാനിപ്പിക്കുകയാണ്. അതായത് ഈശോയുടെ തിരുഹൃദയം തന്നെ മരണം പോലും ഏറ്റെടുക്കുന്ന ഒരു തിരുഹൃദയമാണ്. അച്ഛന്റെ ചോദ്യം ഇതാണ്: മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ എന്താ കൊടുത്തിട്ടുള്ളത്? അപരന്റെ നന്മയ്ക്ക് വേണ്ടി നീ എന്തെങ്കിലും ത്യജിക്കാൻ തയ്യാറായാൽ നിന്റെ ഹൃദയം തിരുഹൃദയമാണ്. അപരന് സങ്കടമുണ്ടാകാതിരിക്കാൻ വേണ്ടി നിനക്ക് ഒരു കാര്യം പറയാൻ തോന്നി, വേണ്ട, അത് പറഞ്ഞില്ലെങ്കിൽ നിനക്ക് നഷ്ടമുണ്ടാകും, വേണ്ട, ഞാൻ അത് പറയുന്നില്ല, എനിക്ക് നഷ്ടമുണ്ടായാലും കുഴപ്പമില്ല, അപരന് സങ്കടമുണ്ടാകരുത്, അപരന് നഷ്ടമുണ്ടാകരുത്. ഹല്ലേലൂയ. സ്വയം നഷ്ടം സഹിച്ചും അപരന് ലാഭമുണ്ടാക്കി കൊടുക്കുന്ന ഹൃദയമാണ് പ്രിയപ്പെട്ടവരെ തിരുഹൃദയം എന്ന് പറയുന്നത്. അത് ആ ഹൃദയത്തെ നോക്കിയാണ് നമ്മൾ പറയുന്നത്, ഏറ്റവും മാധുര്യമുള്ള ഈശോയുടെ തിരുഹൃദയമേ, എന്റെ ഹൃദയത്തെ അങ്ങേ ഹൃദയം പോലെ ആക്കി തീർക്കണമേ. നമ്മൾ ഈശോയെ കണ്ടുകൊണ്ടിരിക്കുന്ന നമുക്ക് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? നമ്മൾ എന്തായി തീരുകയാണ്? ഈശോയെ പോലെ ആയിത്തീരുകയാണ്. നമുക്ക് എന്ത് നഷ്ടമുണ്ടായാലും നമ്മൾ എന്ത് ചെയ്യുകയില്ല? പരാതി, പരിഭവം എല്ലാം എന്ത് ചെയ്യും? ഈശോയെ പോലെ സഹിക്കും. മരിക്കാൻ പോലും നമ്മൾ ആരെ കുറിച്ചാണപ്പാ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഹല്ലേലൂയ. നമുക്ക് എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? മണ്ണാങ്കട്ട. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ഹൃദയം ആരുടെ ഹൃദയം പോലെ ആയിത്തീരുകയാണ്? ഈശോയുടെ ഹൃദയം പോലെ. അങ്ങനെ ഈശോയുടെ ഹൃദയം പോലെ ആയിത്തീർന്ന ഒരാളുടെ കഥയാണ് പ്രിയപ്പെട്ടവരെ പോളണ്ടിൽ ജനിച്ച ഒരു ഫ്രാൻസിസ്കൻ വൈദികനായി തീർന്ന ഒരാളുടെ കഥ. ഇദ്ദേഹത്തിന്റെ 10ാമത്തെ വയസ്സിൽ കൊച്ചായിരുന്നപ്പോ പോളണ്ടിലാണ് മാതാവ് പ്രത്യക്ഷപ്പെട്ടു. 10ാമത്തെ വയസ്സിൽ ഒരു കയ്യിൽ വെള്ളക്കിരീടമുണ്ട്, ഒരു കയ്യിൽ ചുവന്ന കിരീടമുണ്ട്. മാതാവ് പറഞ്ഞു, ഒരു കിരീടം, ഈ വെള്ളക്കിരീടം എന്ന് പറയുന്നത്, അതായത് വെള്ള നിറത്തിലുള്ള റോസാപ്പൂക്കളുടെ കിരീടമാണ്.
ഈ കിരീടം എന്ന് പറയുന്നത് വിശുദ്ധിയുടെ കിരീടമാണ്. മറ്റേത് ചുവന്ന നിറത്തിലുള്ള റോസാപ്പൂക്കളുടെ കിരീടമാണ്. അത് രക്തസാക്ഷിത്വത്തിന്റെ കിരീടമാണ്. പരിശുദ്ധ അമ്മ ഇയാളോട് ചോദിച്ചു, മോനെ നിനക്ക് ഇത് 10 വയസ്സുള്ള കൊച്ചാണ്, കുഞ്ഞുമോനെ നിനക്കിത് ഏത് വേണം? അവൻ 10ാമത്തെ വയസ്സിൽ പറഞ്ഞു, എനിക്ക് രണ്ടും വേണം. അല്ലേ, നമ്മൾ അങ്ങനെ, കൊച്ചുങ്ങൾ അങ്ങനെയാണ്. നമ്മൾ ഒരു കയ്യിൽ ഒരു മഞ്ചും വേറൊരു കയ്യിൽ മിൽക്കി ബാറും ഡയറി മിൽക്കും എടുത്ത് കാണിച്ചിട്ട് അച്ഛൻ ചോദിച്ചു, മോനെ ഇതിലേത് വേണമെന്ന് ചോദിച്ചു. കൊച്ചു പറഞ്ഞു, രണ്ടും തന്നേക്ക്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഇവൻ പറഞ്ഞു, എനിക്കത് രണ്ടും വേണം. പ്രിയപ്പെട്ടവരെ, അവൻ ഒരു വൈദികനായതിനു ശേഷം, വൈദികനായപ്പോ അവനെടുത്ത പേര് പറഞ്ഞാൽ നിങ്ങൾക്ക് ആളെ പിടികിട്ടും. മാക്സിമില്യൻ കോൾബെ എന്ന് പറയുന്ന വൈദികനാണ്. അദ്ദേഹം പോളണ്ടിനെ ജർമ്മനി ആക്രമിച്ച സമയത്ത് അവിടെ ഉണ്ടായിരുന്ന 5000 പേർക്ക് തന്റെ ആശ്രമ പരിസരത്ത് ഇദ്ദേഹം അഭയം നൽകി എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ പേരിലുള്ള ഒരു കുറ്റം. നമ്മുടെ വീട്ടിൽ ഇവിടെ നിങ്ങൾ ഒരു 10 പേര് വന്നാൽ ബുദ്ധിമുട്ടാവും, ഇല്ലേ? എന്ന് പറഞ്ഞാൽ ഒളിച്ചു താമസിക്കാൻ വേണ്ടിയിട്ടേ പട്ടാളക്കാർ അന്വേഷിച്ച് നടന്നുകൊണ്ടിരിക്കുന്ന, കൊല്ലാൻ വേണ്ടി അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന 5000 പേർക്ക് അഭയം കൊടുത്ത ഒരാളാണ് മാക്സിമില്യൻ കോൾബെ. അത് മാത്രമല്ല, ഇദ്ദേഹം ഇവർക്ക് അഭയം കൊടുക്കുന്നു എന്ന് പറഞ്ഞ കിടക്കാനുള്ള സ്ഥലം മാത്രമല്ല, ഭക്ഷണമൊക്കെ കൊടുക്കണ്ടേ, എല്ലാം കൊടുത്തു. അതും ഈ നാസികൾക്കെതിരെ, നാസിസത്തിനെതിരെ എഴുതുകയും ഒക്കെ ചെയ്തു എന്നതിന്റെ പേരിൽ ഇദ്ദേഹത്തെ രാജ്യദ്രോഹ കുറ്റത്തിന് തടങ്കലിലടക്കുകയാണ്. തടങ്കലിലടക്കുമ്പോൾ 1941 രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ സമയം ജൂലൈ മാസത്തിൽ ഫ്രാൻസിസ് എന്ന് പറയുന്ന ഒരാള് തടവ് ചാടി. ഫ്രാൻസിസ് ഗയോണിച്ചക്ക് എന്ന് പറയുന്ന തടവ് ചാടി, ആളുടെ പേര് അറിയില്ല. ഒരാള് തടവ് ചാടിയതിന് പകരമായി 10 പേര് കൊല്ലണം എന്ന് പറഞ്ഞാൽ ഇനിയുള്ളവര് തടവ് ചാടാതിരിക്കാൻ ഇത് ഒരു മാതൃകാ ശിക്ഷയായിക്കൊള്ളട്ടെ. 10 പേരെ പട്ടിണിക്കിട്ട് കൊല്ലാൻ വേണ്ടി തെരഞ്ഞെടുത്തു. അങ്ങനെ 10 പേരെ പട്ടിണിക്കിട്ട് കൊല്ലാൻ വേണ്ടി തെരഞ്ഞെടുത്തതിൽ ഫ്രാൻസിസ് ഗയോണിച്ചക്ക് എന്ന് പറയുന്ന ആളുണ്ടായിരുന്നു. അയാൾ കരഞ്ഞു നിലവിളിച്ചു, അയ്യോ ഭക്തോ എന്ന് പറഞ്ഞു വിളിച്ചു. എനിക്ക് ഭാര്യയും മക്കളും ഉണ്ടേ എന്ന് പറഞ്ഞു വിളിച്ചു. എന്തായാലും കെട്ടിയാളോടും മക്കളോടും സ്നേഹമുള്ള ഒരാളാണ്. അയാൾ ഇങ്ങനെ നിലവിളിച്ചു കഴിഞ്ഞപ്പോ ഈ അച്ഛന്റെ മനസ്സലിഞ്ഞിട്ട് അച്ഛൻ പറഞ്ഞു, അയാളെ വിട്ടാക്ക്, അയാൾക്ക് പകരം ഞാൻ മരിച്ചോളാം എന്ന് പറഞ്ഞു. അങ്ങനെ ഇവരെ 10 പേരെ ഒരു ഭൂഗർഭ അറയിൽ അടക്കുകയാണ്. ഭൂഗർഭ അറയിൽ ഈ മാക്സിമില്യൻ കോൾബെ എന്ത് ചെയ്തെന്നറിയാവോ? ആ ഭൂഗർഭാലയ സ്ഥലത്തെ ഒരു ദേവാലയമാക്കി മാറ്റി. അവിടെയുള്ള 9 പേരുടെയും കുമ്പസാരം കേൾക്കുന്നു, അവരോട് ഒരുമിച്ച് പ്രാർത്ഥിക്കാം, സ്തുതിക്കുന്നു, ഹല്ലേലൂയ പ്രാർത്ഥന. അങ്ങനെ ഈ ഭൂഗർഭ അറയിൽ കൊല്ലപ്പെടാൻ വേണ്ടിയിട്ടിരിക്കുന്ന സമയത്തും അദ്ദേഹം കർത്താവിനെ വിളിച്ചപേക്ഷിച്ച് പ്രാർത്ഥിക്കുകയാണ്. അതുകൊണ്ട് എന്തു പറ്റി? 14 ദിവസം കഴിഞ്ഞിട്ടും ഈ ചേട്ടന് ഒരു ക്ഷീണമില്ല. പട്ടിണി കിട്ടിരിക്കുകയാണ്. വെള്ളം കൊടുക്കാതെ, ഭക്ഷണം കൊടുക്കാതെ പട്ടിണി കിട്ടിട്ട് ആള് എനർജി കൂടി വരുന്നതല്ലാതെ കുറയുന്നില്ല. അവസാനം ഇവര്, പ്രിയപ്പെട്ടവരെ, ഓഗസ്റ്റ് മാസം 14-ാം തീയതി 1941 കാർബോളിക് ആസിഡ് എന്ന് പറയുന്ന വിഷം കുത്തിവെച്ച് ഈ പുരോഹിതനെ കൊല്ലുകയാണ്. ഞാൻ ഇയാൾക്ക് വേണ്ടി മരിച്ചു കൊള്ളാമെന്ന് ഈ പുരോഹിതൻ പറഞ്ഞില്ലായിരുന്നെങ്കിൽ ജീവിച്ചിരിക്കേണ്ട ഒരാൾ 14 ദിവസങ്ങൾക്കുള്ളിൽ കൊല്ലപ്പെടുകയാണ്. 1982 ഒക്ടോബർ മാസം 10-ാം തീയതി ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ മാക്സിമില്യൻ കോൾബയെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തുമ്പോൾ
വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തുമ്പോൾ വത്തിക്കാനിൽ ഒരാൾ തന്റെ ഭാര്യയും മക്കളുമായി ആ വിശുദ്ധമായ രംഗത്തിന്, ആ ഹിസ്റ്റോറിക്കൽ മൂമെന്റിന്, നിമിഷത്തിന് സാക്ഷ്യം വഹിച്ചുകൊണ്ട് ആൾക്കൂട്ടത്തിൽ ഒരാൾ നിൽക്കുന്നുണ്ടായിരുന്നു. അത് ഫ്രാൻസിസ് ഗയോവിച്ചും അദ്ദേഹത്തിന്റെ ഭാര്യയും മക്കളുമായിരുന്നു. ഒരു കുടുംബത്തിന് ഒരപ്പൻ നഷ്ടപ്പെടാതിരിക്കാൻ ഒരാൾ തന്നെ വിട്ടുകൊടുത്തത് അയാൾക്ക് ഈശോയുടെ ഹൃദയമുണ്ടായിരുന്നത് കൊണ്ടാണ്. നമ്മളും പ്രാർത്ഥിക്കുകയാണ്, ഏറ്റവും മാധുര്യമുള്ള ഈശോയുടെ തിരുഹൃദയമേ, എന്റെ ഹൃദയം അങ്ങേ ഹൃദയം പോലെ ആക്കണമേ. അവരനു വേണ്ടി നഷ്ടം സഹിക്കാൻ തയ്യാറുള്ള ഹൃദയം, അവരനു വേണ്ടി ത്യാഗമെടുക്കാൻ തയ്യാറുള്ള, ഭൗതിക സുഖങ്ങൾ പരിത്യജിക്കാനൊക്കെ തയ്യാറുള്ളൊരു ഹൃദയം നമുക്കുണ്ടാകട്ടെ. ഈശോയുടെ തിരുഹൃദയത്തെ പോലെ ആയിത്തീരുന്നതിനെ കുറിച്ചുള്ള കൂടുതൽ വിചിന്തനങ്ങൾ നമുക്ക് അടുത്ത ആഴ്ച ധ്യാനിക്കാം. ഇത് തിരുഹൃദയത്തിന്റെ മാസമാണ്. നമ്മൾ ഈശോയെ പോലെ ആയിത്തീരുന്നതിനാണ് പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. കണ്ണുകളടക്കം ഈ 1 മണിക്കൂർ നേരം